പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഇന്ന് മെയ് മാസം 2-ാം തീയതി നമ്മൾ പ്രത്യേകമായിട്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. ഈ മെയ് മാസം മുഴുവനും പരിശുദ്ധ അമ്മയിൽ തിളങ്ങി വിളങ്ങിയ ഓരോരോ പുണ്യങ്ങളെക്കുറിച്ചുമാണ് പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത്. അതിൽ തന്നെ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ചാണ്. ഒന്നാമതായിട്ട് പരിശുദ്ധ ദൈവമാതാവിന് ഉത്ഭവത്തിൽ തന്നെ കൊടുക്കപ്പെട്ട ദൈവവര പ്രസാദങ്ങളെ പറ്റിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. രണ്ടാമതായിട്ട് പരിശുദ്ധ ദൈവമാതാവ് ഈ ഒരു കൃപയ്ക്ക്, ദൈവവര പ്രസാദത്തിന്, അമലോത്ഭവം എന്ന പദവിക്ക് എന്തുമാത്രം വില കൽപ്പിച്ചു എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. മൂന്നാമതായിട്ട് ഈ ദൈവവരപ്രസാദം നിലനിർത്തുവാൻ അമലോത്ഭവം എന്ന ഈ വലിയ ദൈവിക പദ്ധതിയെ എങ്ങനെയാണ് ദൈവമാതാവ് തൻ്റെ അന്ത്യം വരെയും സഹനത്തോടെ കൃപകളെ കാത്തു സൂക്ഷിച്ചത് എന്നതിനെ പറ്റിയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ദൈവദൂതൻ ദൈവമാതാവിൻ്റെ അടുത്ത് വന്ന് അഭിസംബോധന ചെയ്യുന്നത് ഇപ്രകാരമാണ്: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന്. പരിശുദ്ധമ്മ സകല കൃപാവരങ്ങളുടെയും മധ്യസ്ഥയാണെന്ന് ദൈവദൂതൻ പരിശുദ്ധ അമ്മയെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെയെന്ന്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തെപ്പറ്റി. പരിശുദ്ധ ദൈവമാതാവ് എപ്പോൾ ജനിച്ചു എന്നതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അത് ദൈവപിതാവിൻ്റെ മനസ്സിലാണ് ദൈവമാതാവ് ആദ്യമായിട്ട് ജനിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലൂടെയാണ് നമ്മളത് വായിക്കുന്നത്. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് ദൈവകൃപ നഷ്ടപ്പെടുത്തി ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ അവിടെ രക്ഷകൻ്റെ വാഗ്ദാനം നമുക്ക് തരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും, അവൻ്റെ തല തകർക്കും എന്നൊക്കെ. നാരകീയ ശക്തികളുടെ മേൽ പരിശുദ്ധ അമ്മ കൈവരിച്ച വിജയം, നാരകീയ ശക്തികൾക്ക് മേൽ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത അധികാരത്തിൻ്റെ വലിയൊരു തിരുവചന ഭാഗമാണിത്. നമ്മൾ മരിയൻ ഉടമ്പടിയുമായിട്ട് തട്ടിച്ച് വായിക്കുമ്പോൾ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കാമെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മളും ആർജിച്ചെടുക്കുന്നത് ഈ ഒരു ശക്തി തന്നെയാണ്. ദൈവമാതാവ് സർപ്പത്തിൻ്റെ തല തകർത്തതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സർപ്പതുല്യമായ നാരകീയ വിഷയങ്ങളുടെ മേൽ അമ്മയുടെ കരം പിടിച്ചാണ് വിജയം വരിക്കുന്നത്. ഒരുപാട് സാക്ഷ്യങ്ങൾ നമുക്ക് അതിന് ഉദാഹരണമായിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിൽ നാളിതുവരെ ലഭിച്ച സാക്ഷ്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് ഉടമ്പടി ഒരു ഭവനത്തിലെ ഒരു വ്യക്തി എടുത്തു കഴിയുമ്പോൾ ആ വ്യക്തി ശക്തി ആർജിച്ച് ഇപ്രകാരം നാരകീയ തിന്മകളുടെ മേൽ വിജയം വരിക്കുന്നുവെന്ന്. എഫേസ്യസ് ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എഫേസസ് 1:4 തിരുവചനം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലുള്ള ഈ മരിയൻ ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നതും
ക്രിസ്തുവിലുള്ള നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ദിവ്യബലി അർപ്പിച്ചപ്പോൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി, നിങ്ങൾ മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ കൃപ മുട്ടോളമല്ല അരയോളമല്ല, നിങ്ങൾ കൃപയിൽ നീന്തണമെന്ന് വലിയ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ അൾത്താരയിൽ എന്ന് പറഞ്ഞത്. അത്രമാത്രം സാധ്യതയുള്ള ഒരു വലിയ പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി പ്രാർത്ഥന. പരിശുദ്ധ ദൈവമാതാവിനെ നോക്കി ദൂതൻ പറഞ്ഞതുപോലെ ദൈവ കൃപയിൽ വളരാനുള്ള വലിയൊരു പ്രാർത്ഥന. രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഇപ്രകാരമാണ്, പരിശുദ്ധ ദൈവമാതാവ് എത്രമാത്രം ഈ അമലോത്ഭവത്തിന് വില കൽപ്പിച്ചു എന്നതിനെ പറ്റിയാണ് വണക്കത്തിൽ നമ്മൾ വായിച്ച് കേൾക്കാൻ പോകുന്നത്. പരിശുദ്ധ ദൈവമാതാവ് നമുക്കറിയാം രക്ഷകൻ്റെ അമ്മയാണ്, നമ്മുടെ മനുഷ്യരുടെ രാജ്ഞിയാണ്, മാലാഖമാരുടെ രാജ്ഞിയാണ്, ഇനി സകല ജനപദങ്ങളുടെയും നാഥയാണ്. ഈ ഒരു വിശേഷണങ്ങളെക്കാളൊക്കെ അപ്പുറത്ത് ദൈവമാതാവ് എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വിശേഷണം എന്നത് അമലോത്ഭവം എന്നതായിരുന്നു. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും വിട്ടകന്നുകൊണ്ട് രക്ഷകനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ ദൈവമാതാവ് എന്നും ആഗ്രഹിച്ചു. നമ്മൾ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും ഈ ഒരു നിബന്ധന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് ലഭിച്ച വെളിപാടിലൂടെ നമ്മുടെ മുമ്പിലോട്ട് എടുത്തു വയ്ക്കുന്നുണ്ട്. അതായത് വിശുദ്ധിയുള്ളൊരു ജീവിതം നിങ്ങൾ നയിക്കുക, നിങ്ങളുടെ നാവിനെ അത് ദൈവമഹത്വത്തിനായി ഉപയോഗിക്കുക, തിന്മയും പരദൂഷണവും ഒക്കെ സംസാരിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ നാവിനെ ഒഴിച്ചു നിർത്തുക, വിശുദ്ധിയുള്ള ഒരു കൂതാശ ജീവിതം നയിക്കുക. ഇന്ന് എത്രയേറെ മക്കളാണ് ദേവാലയങ്ങളിലൊക്കെ, വലിയ വലിയ ദേവാലയങ്ങളൊക്കെ ഒത്തിരിയേറെ ഇങ്ങനെ എക്സ്റ്റൻഷൻസ് ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വരാറുണ്ട്. കാരണം ഈ വലിയ ദേവാലയത്തിനകത്ത് ഒത്തിരിയേറെ സ്പേസ് ഉണ്ടായാലും നമ്മുടെയൊക്കെ ഒത്തിരിയേറെ യുവാക്കളാണ് ദേവാലയത്തിൻ്റെ പുറത്ത് നിന്ന് ഈ കൂതാശകളുടെ ഒരു കാഴ്ചക്കാരായി നിൽക്കുന്നത്. ഇപ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളുടെ മക്കൾ വിശുദ്ധിയോടുകൂടി കൂതാശ ജീവിതം നയിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് അത് തന്നെയാണ്. പരിശുദ്ധ ദൈവമാതാവ് തനിക്ക് രക്ഷകൻ്റെ അമ്മയാകാൻ ഒരു അവസരം ലഭിക്കുകയും ഒപ്പം തന്നെ അമലോത്ഭവം എന്നൊരു പദവി തൻ്റെ മുമ്പിൽ വയ്ക്കുകയും ചെയ്താൽ ദൈവമാതാവ് ഒരിക്കലും ഈ രക്ഷകൻ്റെ അമ്മ എന്ന പദവി ആയിരിക്കില്ല തിരഞ്ഞെടുക്കുന്നത്, മറിച്ച് അമലോത്ഭവം എന്ന പദവി ആയിരിക്കുമെന്നാണ് വണക്കത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. നമുക്കറിയാം പാപം വെറുത്തുപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോട് ഐക്യപ്പെടാൻ കഴിയും. അങ്ങനെയാണ് നമ്മൾ അധികാരം, ദൈവ മക്കൾ എന്ന അധികാരം നമുക്ക് സ്വന്തമാകുന്നത്. അതാണ് ഈ വണക്ക വായന രണ്ടാമതായിട്ട് നമ്മളെ ആ ഒരു ചിന്ത കൊണ്ട് എത്തിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഇപ്രകാരമാണ്, ഈ അമലോത്ഭവം എന്ന ദൈവിക പദ്ധതി, ഈ ഒരു കൃപ സംരക്ഷിക്കുവാൻ ദൈവമാതാവ് എന്തുമാത്രം സഹനങ്ങൾ സഹിച്ചു എന്ന്. നമുക്കറിയാം പരിശുദ്ധ ദൈവമാതാവിന് അമലോത്ഭവം എന്ന പദവി ജനനത്തിൽ തന്നെ ലഭിച്ചതാണ്. നമ്മൾ പാപികളായിട്ടുള്ള മനുഷ്യർ മാമോദീസ എന്ന കുദാശയിലൂടെയാണ് ക്രിസ്ത്യാനികൾ ദൈവത്തിൻ്റെ മക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളുമായി തീരുന്നത്. അക്രൈസ്തവരായ മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസാക്ഷിയിൽ ഒരു ലിഖിത നിയമം എഴുതി തന്നിട്ടുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അത് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. മനസാക്ഷിയിൽ നിങ്ങൾക്ക് ഒരു നിയമം ദൈവം എഴുതി തന്നിട്ടുണ്ട്, അതനുസരിച്ച് ജീവിക്കുക. ഇപ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഇപ്രകാരമാണ്, നിങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ചെയ്യാതിരിക്കരുത്. ഏറെ പ്രത്യേകമായിട്ട് കുംഭസാരത്തിന് അണയാനുള്ള അവസരങ്ങൾ, നാളെ എന്ന് പശ്ചാത്തപിക്കാനുള്ള അവസരങ്ങൾ നീട്ടിവെക്കരുത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇതിനോടകം നിങ്ങൾ അറിഞ്ഞു കാണും, കൃപാസനം ജൂബിലി തീർത്ഥാടന കേന്ദ്രമായി പരിശുദ്ധ പിതാവ് ജൂബിലി വർഷത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചതോടനുബന്ധിച്ച് നമ്മുടെ ആലപ്പുഴ രൂപതയിലും ജെയിംസ് റാഫേൽ ആനവറമ്പിൽ പിതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കൃപാസനം എന്ന മരിയൻ സന്നിധാനം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സന്നിധാനവും ഇതുപോലെ ദണ്ഡവിമോചനം, പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്ന സ്ഥലമാണ്. ഈ പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് പ്രകാരമാണ്, ഒന്ന് കുമ്പസാരിച്ചാൽ തീരുന്നതല്ല ഈ ഒരു വിഷയം.
കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞിട്ടുള്ള പാപങ്ങൾക്ക് പൂർണ്ണമായ പൊറുതി നൽകി നിങ്ങളെ ആ ഒരു ജ്ഞാനസ്നാനത്തിൻ്റെ ദൈവവര പ്രസാദത്തിലേക്ക് എത്തിക്കുന്ന സഭാത്മക നടപടിയാണ് ഈ പ്ലീനറി ഇൻ്റലിജൻസ്, അതുമല്ലെങ്കിൽ ഈ പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. അതിന് നമ്മൾ പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് വിശുദ്ധിയുള്ളൊരു ജീവിതം അന്ത്യം വരെ നിലനിൽക്കാൻ തീരുമാനമെടുക്കണം. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വണക്കമാസം മുഴുവനും നമുക്കായിരിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദൈവമിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാലയർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ഇന്ന് നമ്മൾ ഈ ജപമാല രഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും ജപമാല റാണിയായ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ നിയോഗങ്ങളും അമ്മ ഏറ്റെടുത്ത് അവിടുത്തെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ച് എല്ലാ നിയോഗങ്ങളും സാധിച്ചു കൊടുക്കുവാനായിട്ട് ഈശോയുടെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിക്കാം. ഒന്നാം ദുഃഖകരമായ ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് വിശുവായ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ രക്തം വീർത്തുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കുഞ്ഞുമോൻ അറയ്ക്കൽ മുണ്ടംവേലി. ദുശീലങ്ങൾ മാറുവാനും കുടുംബസമാധാനം ഉണ്ടാകുവാനും മകൻ ദൈവസ്നേഹത്തിൽ വളരുവാനും. മേരി ഗ്രേസ് ജോഷി അറയ്ക്കൽ. വിവാഹം നടക്കുവാൻ, മകൻ പാസ്സാകുവാൻ, കുടുംബസമാധാനം ലഭിക്കുവാൻ. ഷീല രാജേന്ദ്രൻ മുണ്ടക്കര. മകളുടെ വിദേശ ജോലി ലഭിക്കുവാൻ, മകളുടെ ശ്വാസമുട്ടൽ മാറുവാൻ, മകളുടെ പ്രസവത്തോടെ വന്ന ഡിപ്രഷൻ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ആൻ്റണി ആലപ്പുഴ. എല്ലാ അസുഖങ്ങളിൽ നിന്നും സൗഖ്യം കിട്ടുവാൻ, അലർജി രോഗം മാറുന്നതിന്, മാതാവിൻ്റെ സംരക്ഷണം കുടുംബത്തിൽ ഉണ്ടാവുന്നതിന് വേണ്ടിയും. ഷീല രാജേന്ദ്രൻ. മകന് ഈ മാസം ദുബായ് എയർപോർട്ടിൽ ജോലി ലഭിക്കുവാനായി, മകൻ്റെ ഉറക്കത്തിലുള്ള സംസാരം മാറാൻ യൂറോപ്പിൽ പോകുവാനും വേണ്ടി, മകൻ്റെ ഒപ്പം ദുബായിൽ പോകുവാൻ. സിജോ ജോസഫ് വൈഗയിൽ. കണ്ണിന് ഓപ്പറേഷൻ കൂടാതെ കാഴ്ച കിട്ടാൻ, ജോലിയിൽ സ്ഥിരത, പ്രാർത്ഥന, ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ, ജപ്തി ഒഴിവാകുവാനും കുടുംബസമാധാനം ഉണ്ടാകാനും പ്രാർത്ഥിക്കുന്നു. സ്റ്റീഫൻ പാലപ്പറമ്പിൽ. സ്ഥലം വിൽപ്പന നടക്കുവാൻ. മേരി കത്രീന പൂന്തോപ്പ്. സുഖപ്രസവം നടക്കുന്നതിന്, സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മോചനം കിട്ടുവാൻ, പ്രസവശേഷം ജോലി ലഭിക്കുവാൻ. ജസ്ലിൻ റോസ് കുറ്റേവെള്ളി മുഹബ. വസ്ത്രം വിൽക്കുന്നതിന്, ആൽബി +2 പാസ്സാവുന്നതിന്, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുവാനും പ്രാർത്ഥിക്കുന്നു. സോഫി ജോസ് മുംബൈ. റോബിൻ ജോസിന് ജോലി ലഭിക്കുവാൻ, റിച്ചാർഡ് ജോസിന് ജോലി ലഭിക്കാൻ, മകൾ ഏഞ്ചലിന് ദൈവാനുഗ്രഹത്തിൽ വളരുവാൻ. വയലറ്റ് ജോൺസൺ മുംബൈ. വയലറ്റിന് ജോയൽ ഈശോയ്ക്കും 1ാം സ്ഥാനം കൊടുത്ത് ജീവിക്കുവാൻ. ശ്രീകാന്ത്. മഞ്ജു ഭാർഗവിയുടെ വിവാഹം നടക്കാൻ, ശ്രീകാന്തിന് ഗവൺമെൻറ് ജോലി ലഭിക്കാൻ. ദേവുപള്ളി ആൻ്റണി സല്ലൂര്. ആൻ്റണി മാസ്റ്ററിന് ആരോഗ്യം കിട്ടുവാൻ, മറിയാമ്മയ്ക്ക് ആരോഗ്യം ലഭിക്കുവാൻ, പ്രശാന്തിന് ആരോഗ്യം ലഭിക്കുന്നതിനായി. ലിംഗല സദൻ. ലിംഗലവേദിക്ക് നിത്യാശ്വാസം ലഭിക്കാൻ, സമ്പക്കി രോഹിത്തിന് ആരോഗ്യത്തിനു വേണ്ടി. പ്രീന മുല്ലപ്പറമ്പിൽ. സ്ഥാപനത്തിൽ ജോലി ഉണ്ടാകണം, അച്ഛൻ്റെ കേസ് നാളെ തന്നെ തീർപ്പാകണം, കൊച്ചിൻ്റെ പഠിത്തം നന്നായി നടക്കുവാൻ. കമ്പക്കാരൻ പോളക്കൽ. ജീവിത പങ്കാളിയുടെ ജോലിയിൽ സംരക്ഷണം ലഭിക്കുവാൻ. റിയ റിൻസി ജീവിതവിശുദ്ധിയിൽ വളരുവാൻ. റിയ റിൻസിയുടെ വിവാഹവും നടക്കുവാനും ജോലി ലഭിക്കുന്നതിനും. ഉച്ചില സെയിലർ.
നിർമ്മല മേരിക്ക് സമാധാനവും സന്തോഷമുണ്ടാകുവാൻ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം എല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി. ഡാരു സോളൻ. വിജയകുമാർ കുടുംബത്തിനെ അനുഗ്രഹിക്കുന്നതിനായി, ദൈവാനുഗ്രഹം ഉണ്ടാകുവാൻ, ജോലിയിൽ ഉയർച്ച ഉണ്ടാകുവാനായിട്ട്. മിനി ജോർജ്. വസ്തു വിൽപ്പന നടത്തി തരുവാൻ, ബ്രസ്റ്റ് മുഴമാറ്റി തരുവാൻ, ബ്ലീഡിംഗ് പൂർണ്ണമായി മാറ്റി തരണമേ. ഇസബൽ കൊറിയ അമ്പാട്ട്, കൊച്ചി. ചേച്ചിയുടെ മോൾക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുവാൻ, ഐവാൻ്റെ മുഖത്തുള്ള വെള്ളപ്പാണ്ട് മാറ്റി തരുവാൻ, പാടം വിൽക്കുവാൻ ഉള്ള തടസ്സം മാറ്റി തരുവാൻ. ജോസി കണ്ടക്കടവ്. 3-ാം തീയതി നടക്കാനിരിക്കുന്ന ചവിട്ട് നാടകത്തിൻ്റെ വിജയത്തിനായി, നാടക അവതരണത്തിനായി നല്ല കാലാവസ്ഥ ലഭിക്കുന്നതിന്, എല്ലാ നടീനടന്മാരെയും കാത്തുപരിപാലിക്കുന്നതിന് വേണ്ടി. വരുൺ ജോസഫ്, തെക്ക് കാനാട്ട്, ഞെട്ടൂർ. വരുൺ ജോസഫിന് വിവാഹം നടക്കുന്നതിന് വേണ്ടി, മക്കൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കാൻ, ചാൾസിന് മൾട്ടയിലേക്കുള്ള ജോലി തടസ്സം മാറ്റി തരുവാൻ. ലിസി ബിജു, പടിപ്പുരക്കൽ, പറവൂർ. ലിയ മോൾക്ക് നല്ല മാർക്ക് നൽകി വിജയിപ്പിക്കുവാൻ, എൻ്റെ വീട്ടിൽ മതിലും ഗേറ്റും വെച്ച് തന്ന് അനുഗ്രഹിക്കുവാൻ. ബിൻസിനെ കൃപാസന പള്ളിയിൽ ഉടമ്പടി എടുക്കുവാൻ വിളിക്കുവാൻ അമ്മയുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴെപ്പോഴേ നീക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ദേവമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് താഴെ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലിജു അജു, മുംബൈ. എനിക്ക് ഓസ്ട്രേലിയ നേഴ്സായി ജോലി കിട്ടുവാൻ തടസ്സം മാറുന്നതിന് വേണ്ടി, ഭർത്താവിൻ്റെ മദ്യപാനം മാറി കുടുംബം വിശദീകരിക്കപ്പെടുന്നതിന്, കടം മാറുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. ലിൻസി സുനിൽ, തെക്കേക്കര, കോതനെല്ലൂർ. കടബാധ്യത മാറുവാൻ, കുഞ്ഞുങ്ങളെ ലഭിക്കുവാൻ, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മീനു മാത്യു, എടത്വ. മകൾക്ക് സുഖപ്രസവം ലഭിക്കാൻ, കുഞ്ഞും അമ്മയും ആരോഗ്യത്തോടെ ഇരിക്കുവാൻ, മകൾ ആൻഡ്രോസ് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജിമ്മി റോയി, കാക്കനാട്. ജിമ്മിയുടെ CA എക്സാം മെയ് 2 ആരംഭിക്കുന്നു. 6 വിഷയങ്ങളും വിജയിക്കുന്നതിന് വേണ്ടി സഹോദരങ്ങളുടെ മാനസാന്തരം, ജീനയെയും കുടുംബത്തെയും സുവിശേഷത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ജോബി ടി റോയ്, BA എക്സാം പാസ്സാകുവാൻ, നല്ല ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്റ്റഫർ K. അമൽ, തിരുവനന്തപുരം. ക്രിസ്റ്റഫറിന് ധാരാളമായി അനുഗ്രഹം ലഭിക്കുന്ന, BP ജോസിന് പൂർണ്ണ സൗഖ്യം ലഭിക്കുവാൻ, ലീനുവിന് പൂർണ്ണ സൗഖ്യം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ബീന ഫ്രാൻസിസ്, ചിരിയങ്കണ്ടത്ത്, തൃശ്ശൂർ. ഡെൽ ജോമോൻ നല്ല വിശ്വാസത്തിൽ വരണം. ഡെൽവിൻ മോന് നല്ല ജോലി ലഭിക്കണം. അളിയൻ്റെ ക്യാൻസർ ആകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയ മാർട്ടിൻ, കൊച്ചുകുഴി, ചമ്പക്കുളം. മരിയ +2 പരീക്ഷ പാസ്സാകുന്നതിന്, പണയം വെച്ച സ്വർണം തിരികെ എടുക്കുന്നതിന്, കുടുംബസമാധാനം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. മേർലി ജോർജ്, ചങ്ങനാശ്ശേരി. കുടുംബം മുഴുവൻ ദൈവകൃപയിൽ വളരുവാൻ, ട്രീസയുടെ വിവാഹം ദൈവകൃപയുള്ള പങ്കാളിയുമായി നടക്കുവാൻ, നല്ല സാലറിയുള്ള പുതിയ ജോലി ലഭിക്കാൻ, ജോർജ് കുട്ടിയുടെ കേൾവിശക്തി പൂർണ്ണമായി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ശ്രുതി ആൻ മാത്യു, ഉഴവൂർ. ശ്രുതിയുടെ പീരീഡ് സമയത്തുണ്ടാകുന്ന വയറുവേദന മാറുവാൻ, അവൾക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സുരേഷ് പീറ്റർ, കൊല്ലം. നല്ല ആരോഗ്യം സുരേഷിനും കുടുംബത്തിനും ലഭിക്കാൻ, ജോലിക്ക് വേണ്ടി, മക്കളുടെ എക്സാം, CA ഫൈനൽ എക്സാം, BTech സെമസ്റ്റർ എക്സാം എന്നിവ പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അർച്ചന വാലുപറമ്പിൽ, തിരുവനന്തപുരം. വിവാഹം നടക്കുവാൻ, ജോലി ലഭിക്കുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കാൻ പ്രാർത്ഥിക്കുന്നു. അനഘ വാലുപറമ്പിൽ, തിരുവനന്തപുരം. വിവാഹ തടസ്സം മാറുവാൻ, ജോലി ലഭിക്കുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ബീനു ജിൻസി ആൻ്റണി, തോപ്പിൽ. ഉടമ്പടിയിൽ നിലനിൽക്കുവാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡേവിസ്, തൃശ്ശൂർ. ഡേവിസ്
എന്ന മകൻ്റെ ലിവർ, ഷുഗർ അസുഖങ്ങൾ മാറിക്കിട്ടുന്നതിന്, മരുന്നുകൾ നിർത്തലാക്കുന്നതിന്, വിവാഹം കഴിഞ്ഞ മകൾക്ക് ശാരീരികമായി ദാമ്പത്യബന്ധത്തിലേർപ്പെടാൻ തടസ്സമായി നിൽക്കുന്ന ഭയപ്പാട് മാറി കിട്ടുന്നതിന്, മകൾക്ക് നല്ലൊരു കുടുംബജീവിതവും ജോലിയും സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള കൃപയും ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഡേവിസിൻ്റെ കുടുംബസ്വത്ത് സമാധാനത്തോടെ കിട്ടുവാൻ, ലീനയുടെ ഡിപ്രഷൻ മാറി കിട്ടുന്നതിന് പ്രാർത്ഥിക്കുന്നു. സൈജു, ജിനു, സാറ, ഇവാൻ, ആലുവ ജോലി ലഭിക്കുവാൻ, മാൾട്ടയിൽ വിദ്യാഭ്യാസം ലഭിക്കുവാൻ, വീട് വിൽക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോൺ പോൾ മകൻ്റെ വിവാഹം തടസ്സങ്ങളൊന്നുമില്ലാതെ മംഗളമായി നടക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന മകൾ OET എക്സാം പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീല, ഷാലു, ജീനി, പറവൂർ തത്തമ്പള്ളി ഈ മാസം പീരീഡ്സ് ആകാതെ കുഞ്ഞുമക്കളെ നൽകി അനുഗ്രഹിക്കണമേ. വീട് പണിയുവാൻ, സ്ഥലം വിറ്റുപോകുവാൻ അനുഗ്രഹിക്കണമേ. ജോഹന് നല്ല റിസൾട്ട് ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. റൂബി ആലപ്പാട്ട് എൻ്റെ അമ്മച്ചിക്ക് നല്ല ആരോഗ്യം കിട്ടുന്നതിന്, ജോമോൻ്റെ കല്യാണം നടക്കുന്നതിന്, അത്തേട്ടൻ്റെ വീട്ടിൽ ഒരു ജോലിക്കാരിയെ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. പുഷ്പ ജീനോ, കരുനാഗപ്പള്ളി എൻ്റെ 2 മക്കളുടെയും അസുഖം മാറ്റി അവരെ വിശ്വാസത്തിൽ വളർത്തുന്നതിന്, എൻ്റെ മകൻ ജീനോയുടെ മനസ്സിൽ ടെൻഷൻ മാറ്റി തരുന്നതിന്, മാതാവേ സത്യൻ്റെയും റോയിയുടെയും കടങ്ങൾ തീർത്തു കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ മാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദുഃഖദൈവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായെ യൂദന്മാർ മുൾമുടി ധരിപ്പിച്ചുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ആദിത്യ ജംഗ്ഷൻ, നടുവിലെ വീട്, പെരുമ്പടപ്പ്. ഈശോയുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ മനസാന്തരം നൽകി അനുഗ്രഹിക്കുവാനായിട്ടും പരീക്ഷ നന്നായി പഠിച്ചെഴുതുവാനും ഡിഗ്രി പാസ്സാകുവാനും അനുഗ്രഹിക്കണമേ. റോജി ജോസഫ് മാള, മകൻ്റെ സ്കോളർഷിപ്പ് പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിക്കുവാൻ, കുടുംബത്തിൽ മാതാവിൻ്റെ സംരക്ഷണമുണ്ടാകുവാൻ, ഭർത്താവിൻ്റെ കുടുംബത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. രഞ്ജിത അരുൺ, കണ്ടിരിക്കൽ, ബാംഗ്ലൂർ. രോഗശാന്തിക്കും ജോലിയുടെ നിലനിൽപ്പിനും വേണ്ടി, കടവിൽപ്പനയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരിയുടെ മകൻ്റെ PR-ന് വേണ്ടിയും. മോളി ജോസഫ്, നെടുമ്പറമ്പിൽ, വൈപ്പിൻ. മകൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടി ക്രിസ്റ്റി ജോയ്സൺ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോനിഷ M, മഠത്തിൽ ചിറയിൽ, മുതുകുളം. ജോലി സ്ഥിരമാകുന്നതിന് വേണ്ടി, കുടുംബത്തെയും മോനിഷയും സംരക്ഷിക്കുവാൻ വേണ്ടി, ജോലിക്ക് ഏപ്രിൽ 20 പോകുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി. ദേവമ്മ, മഠത്തിൽ ചിറയിൽ, മുതുകുളം. രോഗാവസ്ഥയ്ക്ക് സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി, ശ്രദ്ധയുടെ കഴുത്തിലെ തടിപ്പ് മാറുന്നതിന് വേണ്ടി, മകളുടെ കടബാധ്യത മാറുന്നതിന്. കൗസല്യ, മഠത്തിൽ ചിറയിൽ, മുതുകുളം. അമ്മയുടെ മാനസിക പ്രശ്നം മാറ്റിത്തരുവാൻ വേണ്ടി, ദേവമ്മ, മഠത്തിൽ ചിറയിൽ, മുതുകുളം. മകൻ്റെ അയലത്തെ വീട്ടിൽ സമാധാനമുണ്ടാകാൻ, എൻ്റെ അയലത്തെ വീട്ടിൽ സമാധാനമുണ്ടാകാനും അവരുടെ കുടുംബം സ്നേഹത്തിൽ മുന്നോട്ട് പോകുവാനും ഒന്നിച്ചു നിൽക്കുവാനും പ്രാർത്ഥിക്കുന്നു. അന്നമ്മ പോൾ, ഹരിതം. മൂത്ത മകൾ ശാലിനിക്ക് ജോലിയും രണ്ടാമതൊരു പെൺകുഞ്ഞിനെ ലഭിക്കുവാനും സഹോദരനോട് ക്ഷമിച്ചു സ്നേഹിക്കാനും വേണ്ടി. 5 വർഷമായി കാനഡയിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന മകൾക്ക് ജോലി ലഭിക്കുവാൻ. എൻ്റെ മോനും ഭാര്യയും സ്നേഹമായി മാതാപിതാക്കളോട് സഹോദരങ്ങളോടും പെരുമാറുന്നതിന് വേണ്ടി, നല്ല ജോലി കിട്ടി സന്തോഷത്തോടെ ജീവിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അതുല്യ, അഖിൽ നിവാസ്, കോട്ടയം. അതുല്യയുടെ എക്സാം പാസ്സാക്കി തരുവാനും പഠിക്കുന്ന എല്ലാം ഓർമ്മയിലുണ്ടാകുവാനും പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ കഷ്ടപ്പാട് മാറാൻ ഒരു വഴി കാണിച്ചു തരുവാൻ
ചേട്ടൻ്റെ ഉഴപ്പ് മാറ്റി കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടിയാൻ മരിയ SLC പരീക്ഷയ്ക്ക് 92% മാർക്ക് കിട്ടുവാൻ, പ്രവീണിന് ജോലി കിട്ടുന്നതിന് വേണ്ടി, പ്രജിതയ്ക്ക് ഒരു വീട് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിനോ ജോസ് കൊല്ലം ജുനയ്ക്കും അനിലയ്ക്കും മക്കളുണ്ടാകുന്നതിന് വേണ്ടിയും 8 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞില്ലാതെ വിഷമിക്കുകയാണ്. അനിലയുടെ ശാരീരിക സുഖം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് തോമസ് മിഖയിടം UK ആന്തരിക സൗഖ്യം ലഭിക്കുന്നതിനായി, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കാൻ, ആരോഗ്യ പ്രശ്നം മാറുന്നതിന് വേണ്ടി. ജോർജ് തോമസ് തഴത്ത് എറണാകുളം അരുൺ ജോർജിന് ഇൻട്രാക്റ്റീവ് പാസ്സാവാൻ, വീട്ടിൽ ബൈറ്റ് നന്നായി കളിച്ച് പാസ്സാകുവാൻ, ഷട്ടിൽ ബൈറ്റ്. കിരൺ ജോർജ് നടക്കാൻ പോകുന്ന ഇൻ്റർനാഷണൽ വിജയകരമായി തീരുന്നതിന് വേണ്ടി. ഷെറിൻ സൂസൻ തമ്പി അരയൻ പറമ്പിൽ ജൂലൈ 2 രജിസ്റ്റേർഡ് നഴ്സായി UK ജോലി ലഭിക്കാൻ, ഭർത്താവിന് സ്ഥിരമായി UK ജോലി ലഭിക്കുവാൻ, സഹോദരനും ഷെറിൻ UK നല്ല ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏഞ്ചൽ സ്നേഹ വലിയ പറമ്പിൽ മുളവുകാട് CA ഫൈനൽ എക്സാം മെയ് 25 പാസ്സാകുവാൻ, ജോലി ലഭിക്കുവാൻ, കടബാധ്യത മാറുവാൻ. മേഴ്സി ജേക്ക് വാടപ്പള്ളി ജോലിയിൽ ടെൻഷൻ മാറുന്നതിനും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിനും വേണ്ടി, ജോണിയും ജോലിലും ഒരുമിച്ച് താമസിക്കുന്നതിന് വേണ്ടി, കാനഡയിലോ ഓസ്ട്രേലിയയിലോ പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിയ ജോസഫ് പുളിക്കുന്നേൽ ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിന്, വയറിൻ്റെ വേദന മാറ്റിത്തരുവാൻ, കടങ്ങളൊക്കെ മാറ്റിത്തരണമേ. ജോസ് വർക്കി വെളികുന്നേൽ ഉദയംപേരൂർ പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും ലഭിക്കാൻ, കുടുംബം മുഴുവൻ വിശുദ്ധിയിൽ വളരാൻ, ദൈവവിശ്വാസം കൂടുതലായി വളരുവാൻ. റീവ മിഖേൽ തിരുവനന്തപുരം മോൻ്റെ വിവാഹം തടസ്സം കൂടാതെ ഒക്ടോബറിന് മുമ്പായി നടത്തി തരുവാൻ. മോൾ അബുദാബിയിൽ മോൾ അംബു അലീനയ്ക്ക് CLPIP എക്സാമിൽ നല്ല വിജയം ലഭിക്കുന്നതിന് വേണ്ടി. സ്ഥലം വിൽക്കുന്നതിനുള്ള തടസ്സം മാറുന്നതിന് വേണ്ടി. എലിസബത്ത് നോബി ഏഞ്ചൽ നോബി കാനഡയിൽ PR കിട്ടാനും വർക്ക് പാനൽ തീരുന്നതിന് മുമ്പ്. പരീക്ഷയിൽ ഉന്നത വിജയത്തിന് വേണ്ടി, വീടുപണി എത്രയും പെട്ടെന്ന് നടക്കുവാനും പ്രാർത്ഥിക്കുന്നു. ജെയ്സ്ലിൻ ആൻ്റണി പാടനിലം പൊള്ളേത്തേ UK താമസിക്കുന്ന മക്കൾക്ക് സ്വന്തമായൊരു ഭവനം ലഭിക്കുവാൻ, ക്യാൻസർ രോഗത്തിന് രോഗശാന്തി ലഭിക്കാൻ, സാവിയോ കുഞ്ഞിന് നല്ല ബുദ്ധി ലഭിക്കുവാൻ. ബൈബി അബു ദുബായ് ഇന്ന് 15ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അവരുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ബൈബിയെയും കുടുംബത്തെയും അമ്മയുടെ പ്രതീക്ഷത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിടുവാൻ, വാദിക്കും വരെ കുടുംബത്തോടൊപ്പം അമ്മയുടെ കാരുണ്യത്താൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ അനുഗ്രഹിക്കുവാൻ. സൈബി അബു ദുബായ് മക്കൾക്ക് പഠിക്കുന്നുള്ള മടി മാറ്റി കൊടുക്കാൻ, ഞങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുവാൻ. പ്രിൻസ് കൃപ പായിക്കാട്ട് പരിശുദ്ധാത്മാവ് നിറയാൻ, ദൈവകൃപയിൽ നിലനിൽക്കാൻ, ജോലി തടസ്സം മാറുവാൻ. പഠന തടസ്സം മാറുന്നതിന് വേണ്ടി. ജോർജ് മുംബൈ പുകവലി മാറുവാൻ, സന്തോഷമുള്ളൊരു കുടുംബജീവിതം തന്ന് അനുഗ്രഹിക്കുവാൻ. നിബി സാബു +2 പരീക്ഷയിൽ നല്ല വിജയം ലഭിക്കുന്നതിന്, 10th പഠിക്കുന്ന മകന് നന്നായി പഠിക്കുവാൻ, സഹോദരൻ്റെ വിവാഹം നടക്കുവാൻ. എലിസബത്ത് തോമസ് പതേ വീട്ടിൽ കോട്ടയം നേഴ്സിംഗ് പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. കാനഡയ്ക്ക് തടസ്സം മാറിപ്പോവാനുള്ള കൃപ.
ദൈവസ്നേഹത്തിൽ വളരുവാനും സഹോദരൻ്റെ എക്സാം പാസ്സാകുന്നതിനു വേണ്ടി 20 സെൻറ്റ് സ്ഥലം വിറ്റുപോകുന്നതിനു വേണ്ടിയും കടബാധ്യത മാറുന്നതിനു വേണ്ടിയും ആതിര CK, മേരി AV, ആലിസ് ആലുവ രോഗസൗഖ്യത്തിന് വേണ്ടിയും പരീക്ഷാ വിജയത്തിന് വേണ്ടിയും ജൂണിൽ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കുവാൻ സഞ്ജിനി ജോസഫ് പെരുമ്പള്ളി ചേർത്തല ജിയോക്ക് ഫോൺ TV, കമ്പ്യൂട്ടർ എന്നീ ഉപകരണങ്ങളിൽ താൽപ്പര്യം മാറ്റി പഠിക്കുവാൻ മനസ്സ് കൊടുക്കുന്നതിന് വേണ്ടി 10ാം ക്ലാസ് പാസ്സുവാൻ സഹായിക്കുവാൻ ശ്രീവത്സൻ ശങ്കലി നിവാസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നിത്യതയിൽ ജീവിക്കുവാൻ കൃപ നൽകണം. മകൻ ശ്രീജിത്തിന് അഖണ്ഡ ജപമാല തീരുന്നതിന് മുമ്പ് വിസ കിട്ടി ജോലിക്ക് പോകുന്നതിന് കഷ്ടപ്പാടിൽ ഇല്ലാത്തൊരു ജോലി നൽകി അനുഗ്രഹിക്കുവാൻ ഭർത്താവിന് മനസ്സിൽ വിശ്വസിച്ച് ജീവിക്കുന്നുള്ള കൃപ നൽകുവാൻ ബെറ്റി ബെന്നി ചെറിയാംപറമ്പിൽ മക്കളുടെ സ്വഭാവ വിശദീകരണത്തിന് ഫാം പണി തടസ്സം കൂടാതെ ലൈസൻസ് കിട്ടുവാൻ എനിക്ക് 2 വീലർ 4 വീലർ ലൈസൻസ് കിട്ടുവാൻ കുടുംബത്തിൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അൻസി വില്യം അനുപമ ഭവനം മകൾക്ക് 10ാം ക്ലാസ്സിൽ നല്ല വിജയം ലഭിക്കുന്നതിന് +2 സയൻസ് ഗ്രൂപ്പിൽ അടുത്ത സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് ആവേ മരിയ ബോട്ടിന് നല്ല വിളവ് കിട്ടുന്നതിനും അപകടങ്ങൾ കാത്തുരക്ഷിക്കുന്നതിനും വേണ്ടി ജെയിൻ റാണി ജോമോസ് കൊല്ലം ജെനിസിയും കുഞ്ഞിനെയും കാത്തുകൊള്ളുവാൻ അവൾക്ക് സുഖമായിട്ടുള്ള പ്രസവം കൊടുക്കണമേ. ജനിക്കും സിജോയും തമ്മിൽ ഐക്യത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ. എല്ലാവരെയും ആരോഗ്യത്തോടെ ആയുസ്സോടുകൂടെ കാത്തുകൊള്ളുവാൻ ജെനിസി മോൾ ദേവസ്യ കുറ്റിപ്ലാക്കൽ ബാംഗ്ലൂർ വക്കയ്യൻ ലൈസാമൻ ബിബിൻ ടിൻസി ഇവരുടെ പേരിലുള്ള കേസിന് വിടുതൽ കിട്ടുവാൻ കുടുംബസമാധാനം ലഭിക്കുന്നതിന് വേണ്ടി വിദേശത്ത് USA പോകാനുള്ള തടസ്സം മാറ്റിക്കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ.
അവന്റെ ഈശോയെ ഞങ്ങളുടെ ഞങ്ങളുടെ പാപങ്ങൾ പാപങ്ങൾ ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. നരകാത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 4-ാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈ രഹസ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ താഴെ പറയുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ടിബിൻ ബിൻസി, കാനഡ. പഠിച്ച ജോലി തന്ന് വർക്ക് പെർമിറ്റ് ലഭിക്കുവാൻ. ടിബിനും ബിൻസിക്കും നല്ല ദൈവാനുഗ്രഹം ലഭിക്കുവാൻ, കുടുംബസമാധാനം ലഭിക്കുവാൻ, സ്വന്തമായി വീടും സ്ഥലവും നൽകി അനുഗ്രഹിക്കുന്നതിന്, സ്ഥലം വിറ്റുപോകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടോമിച്ചൻ TM, കോട്ടയം. ബിസിനസ്സിൻ്റെ തടസ്സം മാറുന്നതിന്, സ്ഥലം വിറ്റുകിട്ടാൻ വേണ്ടി, കുടുംബസമാധാനം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ടീന തോമസ്, കൈനകരി. ടീനയുടെ വിവാഹ തടസ്സം മാറുന്നതിന്, ജൂൺ 30 മുൻപ് വിവാഹം നടക്കുന്നതിന്, ടീനയുടെ ട്രാൻസ്ഫർ ഭുവനേശ്വരിൽ നിന്ന് കൊച്ചിയിലേക്ക് മാറുന്നതിന്, ടീനയ്ക്ക് ദൈവസ്നേഹം, ദൈവഭക്തി, ദൈവഭയം എന്നിവ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോർജ് സജി, കോഴിക്കോട്. MBBS പഠനം താൽപ്പര്യത്തോടെ പഠിച്ച് വിശുദ്ധിയോടുകൂടി ഒരു ഡോക്ടറായി തീരുന്നതിന്, ദൈവവിശ്വാസത്തിൽ വളരുന്നതിന്, ഓർമ്മക്കുറവ് മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. ജയകുമാർ. സ്റ്റെഫി, പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്നതിന്, കടബാധ്യത മാറുന്നതിന്, തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് പ്രാർത്ഥിക്കുന്നു. ജിസ്മരിയ, TV പുരം. NC ക്ലാസ് 6 പാസ്സാകുവാൻ, ജോലി നല്ലവണ്ണം ചെയ്യാൻ, വിസ എളുപ്പത്തിലാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീൻസ് ടോം, TV പുരം. ജൂൺ 16 എക്സാം പാസ്സാകുവാൻ, 4th ഇയർ പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുവാനും നല്ല വിജയം ലഭിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നു. ജോസ് കുട്ടൻ, കാടുകുഴി. വിസ പുതുക്കി കിട്ടാൻ, നല്ല ജോലി ലഭിക്കാൻ, ഫാമിലിയെ കൊണ്ടുപോകാൻ പ്രാർത്ഥിക്കുന്നു. ജുവൽ ബെന്നി, മകളുടെ പഠനം 3 വർഷം കൊണ്ട് പഠിച്ചിറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു. ഡാലി വിനോദ്, മകൻ്റെ ജോലി അസുഖം മാറാൻ എന്നിവ പ്രാർത്ഥിക്കുന്നു. ജിജി ജോസഫ്, പെട്രോൾ പമ്പിൽ CNG ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫോമർ അനുവദിച്ച് കിട്ടാൻ, 100 kV 160 ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജിബിൻ ആൻ്റണി, തുമ്പോളി. പോളണ്ടിൽ പോകുന്നതിനും ജോലി ശരിയാകുന്നതിനും, കടം കൊടുത്ത പൈസ തിരികെ കിട്ടുന്നതിന്, കടബാധ്യത മാറുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രീതി RS, അറ്റിങ്ങൽ. IT സോഫ്റ്റ്വെയർ ഇൻക്ലീനറായി ജോലി ലഭിക്കാൻ, ആമവാദ രോഗത്തെ മാറ്റിത്തരണമേ. ഉപേക്ഷിച്ചു പോയ ഭർത്താവ് ഹരിഹര അയ്യർ സുന്ദരമൂർത്തി തിരികെ വരുന്നതിന് പ്രാർത്ഥിക്കുന്നു. പ്രദീപ് ആൻ്റണി, മെയ് 2 കിഡ്നി മാറ്റിവെക്കൽ സർജറി വിജയകരമാകുവാൻ, മെയ് 17 ബർത്ത്ഡേ ആഘോഷിക്കുന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനിൽ, ഇരിഞ്ഞാലക്കുട, സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷെറിൻ ക്രിസ്റ്റഫർ, ത്രിത്തോ ഹൗസ്, US ബയോമെട്രിക്സ്
2525 ഷെറിൻ്റെ പഠന പുരോഗതിക്ക്, ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക്, ക്രിസ്ത്യൻ ജുവല നല്ല സ്വഭാവം പഠനത്തിന്, മിറാൻഡ ഫ്രാൻസിസ് കൊച്ചി JHS ലിസ്റ്റിലുള്ള ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ, അമൽ നന്നായി പഠിച്ച് ജോലി കിട്ടുന്നതിന്, മക്കൾ നന്നായി ജീവിക്കുവാൻ, ആനി ജേക്കബ് മോളുടെ ജോലി വിവാഹം, മകളുടെ സഹോദരങ്ങളുടെയും വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീതു സെബാസ്റ്റ്യൻ പാതിരപ്പള്ളി ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് മകൻ്റെ ആദ്യ കുർബാന നന്നായി നടക്കുന്നതിന്, യൂട്രസിലെ ഫൈബ്രോയിഡ് മാറുന്നതിന്, കടബാധ്യതകൾ മാറുന്നതിന്, കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യവും അപകട സംരക്ഷണവും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെയിൻറ്റ് ജോർജ് പാല കുടുംബ പ്രശ്നങ്ങൾ മാറുന്നതിന്, ശാരീരിക സൗഖ്യത്തിന്, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അബു എസ് മാവേലിക്കര 2025 ഡിസംബർ 3 മുമ്പായി 128/2024 HSST ഹിന്ദി ആദ്യ റാങ്ക് നൽകി ഗവൺമെൻറ് ടീച്ചറായി ജോലി ലഭിക്കാൻ, കടബാധ്യത മാറുന്നതിന്, ആരോഗ്യവും സന്തോഷകരമായ ജീവിതം നൽകുന്നതിന് പ്രാർത്ഥിക്കുന്നു. ടെസ്സി പോൾ തെക്കേ കുമ്മിത്തല 10 വർഷമായിട്ട് കൂദാശ സ്വീകരണമില്ലാത്ത മേരിയെയും ഇതുപോലുള്ള ആളുകളെയും കൂദാശ സ്വീകരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സം മൂലം വിഷമിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ദീപയുടെയും ശോഭയുടെയും വിവാഹം മെയ് 30 നടത്തി തരുന്നതിന് പ്രാർത്ഥിക്കുന്നു. നീറ്റിൽ മോന് ഒരു മൾട്ടി കമ്പനിയിൽ മെയ് 30 ജോലി കിട്ടുന്നതിന്, ഡാനി ആൻഡ് മഞ്ജുഷ അയർലൻഡ് ഡാനി മഞ്ജുഷ കുടുംബത്തിന് PR വിസയിൽ ജോലി ലഭിക്കുന്നതിന്, ഓസ്ട്രിയയിൽ പോകുന്നതിന്, നിലവിലുള്ള ജോലി തടസ്സങ്ങൾ മാറുന്നതിന്, 2025 തന്നെ സ്വന്തമായ ഒരു ഭവനം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം രഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗാഗുൽത്താ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. രശ്മി കാർത്തിക്, കൊട്ടാരക്കര. കാർത്തിക്കിൻ്റെ കിഡ്നിയുടെ പ്രോട്ടീൻ ലീക്കായി പൂർണ്ണമായി മാറ്റിത്തരണമേ, മരുന്ന് കഴിക്കാൻ ഇടവരുത്താതിരിക്കുന്നവൻ. ഗണേശൻ്റെ വാശി കരച്ചിൽ അകറ്റി പഠനത്തിൽ വിടുതൽ മിടുക്കനാക്കണമേ. രശ്മിക്ക് കോളേജിൽ പ്രൊഫസറായിട്ട് 2026 മെയ് മാസത്തിനുള്ളിൽ നൽകിയിടാൻ കൃപ ചൊരിയണമേ. വർഷ ആറിൽ വൈഷ്ണഭവൻ, കൊട്ടാരക്കര. CA പഠിക്കാനും ജൂലൈ 2025 റിസൾട്ട് വരുമ്പോൾ 358 മാർക്ക് നൽകി പാസ്സാകുവാനും പഠിക്കുന്ന കോഴ്സ് 2 വർഷം പൂർത്തിയാക്കാനും 1-ാം വർഷം പഠിക്കുകയാണ് ഇപ്പോൾ. കോഴ്സ് ജൂലൈ 15 മുതൽ കംപ്ലീറ്റ് ആക്കാനും ഉള്ള കൃപ കൊടുക്കാൻ. ഇൻകം ടാക്സിൽ SSC എക്സാം വഴി സ്ഥിരമായി ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജോസ് വർക്കി, വെളിക്കുന്നേൽ ഹൗസ്, ഉദയംപേരൂർ. പൂർണ്ണ ആരോഗ്യം ലഭിക്കാനും സൗഖ്യം ലഭിക്കുവാനും കുടുംബം മുഴുവൻ വിശുദ്ധിയിൽ വളരാൻ, ദൈവവിശ്വാസം കൂടുതലായി വളരാനും പ്രാർത്ഥിക്കുന്നു. ഗ്രേത്ത്, കൊടന്നൂർ, തൃശ്ശൂർ. എൻ്റെ ഭർത്താവിൻ്റെ ജോലിയിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ ഉറച്ച തീരുമാനം വെടിഞ്ഞ് ജോലിയിൽ നിൽക്കുന്നതിന് സഹായിക്കുവാൻ, ചേച്ചിയുടെ ഭർത്താവിൻ്റെ ജോലി തടസ്സം മാറുന്നതിന്, ഭവനം എന്ന സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി. അനുപമ, ബിലു, പാർവതി, പ്രിയ, കലവൂർ. എൻ്റെ മകൻ ബിച്ചു ജയറാം +2 ഉയർന്ന മാർക്ക് കിട്ടുന്നതിന് പാസ്സാവുന്നതിനും, ഞങ്ങളുടെ ഹോം സ്റ്റേ നല്ല രീതിയിൽ നടക്കുന്നതിന്, ബിച്ചുവിന് നല്ല കോഴ്സ് ലഭിക്കുവാൻ. അനുപമ, ബിലു, പാർവതി, പ്രിയ, കലവൂർ. എൻ്റെ മകൻ ഭരത് ജയറാം മികച്ച പഠനത്തിന്, കുടുംബത്തിലെ എല്ലാവരുടെയും ആയുരാരോഗ്യത്തിന്, സൗഖ്യത്തിനും വേണ്ടി. മോളുടെ മൊബൈൽ ഉപയോഗം മാറ്റിത്തരുന്നതിന് വേണ്ടി. റോബിൻ തോമസ്, പ്രീത, ഇലനു. എൻ്റെ കുടുംബം ദൈവത്തോട് ഒന്നിച്ചു ജീവിക്കാൻ വേണ്ട കൃപ. ജീവിതത്തിലെ പരീക്ഷണങ്ങളും ദുഷ്കൃതിയും മാറ്റിത്തരുവാൻ, കുടുംബത്തിൽ സമാധാനമുണ്ടാകുവാൻ. സൗമ സ്റ്റാറ്റിൻ, ഇടക്കൊച്ചി. ജോലി ലഭിക്കുന്നതിന്, ടെസ്റ്റുകൾ പാസ്സാവുന്നതിനും, അപ്പോയിൻമെൻറ്റ് ഒരു കുഴപ്പം കൂടാതെ ഇരിക്കുവാൻ. 2 മക്കളും പഠിച്ച് നല്ല സ്വഭാവത്തിൽ വളരുന്നതിന്, കുടുംബസമാധാനവും ആരോഗ്യവും ഉണ്ടാകുവാൻ. ശ്രീ പാർവതി, തൃശ്ശൂർ. ഭർത്താവിൻ്റെ ബിസിനസ് നന്നായിരിക്കുവാൻ, കടങ്ങൾ തീർത്തു തരുവാൻ, മകൻ്റെ പഠനം, ജോലി, പാർവതിയുടെ പ്രമോഷൻ കിട്ടുവാൻ. മീനു ജേബ്, ചക്കാലക്കൽ. നല്ലൊരു പങ്കാളിയെ ലഭിക്കുന്നതിനും ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കാനും
ആഷ്ല തോമസ് കൊച്ചി, എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയും വിവാഹം നടക്കാത്തവർക്ക് വേണ്ടിയും ദൈവവിശ്വാസത്തിൽ ജീവിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സിജോ ജോൺ കല്ലയിൽ അസുഖം പൂർണ്ണ സൗഖ്യത്തിനായി കൂർക്കമ്പലി ഇല്ലാതാകുവാനും പുതിയ വീടിൻ്റെ അടുത്ത സ്ഥലം വാങ്ങാൻ കണ്ണിന് ജഷ്യക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ഇരിക്കാൻ. ഡോണ മാർഗറ്റ് ആലുവ BX എക്സാം എഴുതാൻ പോകുന്ന ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കാൻ, പരീക്ഷ ജയിക്കാൻ. ചേട്ടൻ മാനസിക രോഗിയാണ്, രോഗത്തിന് കുറവും കുടുംബസമാധാനവും നൽകുവാൻ. ലയ റോബിൻ തിരുവനന്തപുരം ആത്മീയ വിശുദ്ധി ഭവനം ലഭിക്കുവാനും. ട്രീസ സജി വലിയ തുറ വിദേശത്ത് മകൾക്ക് ജോലി ലഭിക്കുവാൻ. ജിൻസിക്ക് ഫോൺ ഉപയോഗം മാറുവാൻ, കുടുംബം മാതാവിൻ്റെ കൃപയിൽ നിറയുവാൻ, കടബാധ്യത മാറുവാൻ, വിസിറ്റിംഗ് വിസയിൽ വിദേശത്ത് പോകുവാനും ജോലി ലഭിക്കുവാനും. അന്ന സൂര്യ തോമസ് മാനന്നം ജർമ്മൻ B2 എക്സാം പാസ്സാകുവാൻ, നല്ല ജോലി ലഭിക്കാൻ വേണ്ടി, ആത്മീയതയിൽ വളരാൻ വേണ്ടി. അലൻ C തോമസ് മാനന്നം വിസ ലഭിക്കാൻ, ഇൻറ്റൻറ്റീവ് പാസ്സാകുവാൻ, കൂടുതൽ വിശുദ്ധിയിൽ വളരാൻ. സിന്ധു സന്തോഷ് മല്ലികാശ്ശേരി മകൻ സന്തോഷിൻ്റെ വിവാഹം നടക്കുന്നതിന്, അർജുനന് സ്ഥിരമായ ജോലി ലഭിക്കുന്നതിന്, അർജുൻ്റെ ദേഹത്തെ അസുഖം മുടികൊഴിച്ചിൽ മാറുന്നതിന്. സോമി എ ചാക്കോ അരൂർ ക്രിസ്റ്റിക്ക് ന്യൂസിലാൻഡിൽ സിവിൽ എഞ്ചിനീയറിംഗിലായി ജോലി കിട്ടാൻ, ഹസ്ബൻഡിന് ദൈവവിശ്വാസം ഉണ്ടാകുവാൻ, എനിക്ക് ക്ഷമിക്കാനുള്ള ശക്തി തരുവാൻ. ബിപിൻ ദേവസ്യ കണ്ണൂർ പുതിയ കമ്പനിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. വിവാഹം നടക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാശ്രയത്തിൽ ജീവിക്കാൻ വേണ്ട കൃപക്കായും. എലിസബത്ത് വർഗീസ് മകളുടെ ഡിപ്രഷൻ മാറി പഠിക്കാൻ താല്പര്യം കൊടുക്കുവാൻ, 2025 എക്സാം എഴുതി പാസ്സാകുവാൻ. മൂത്ത മകൾക്ക് ഒരു കുഞ്ഞിനെ അനുഗ്രഹിക്കുവാൻ, 9 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ ഇരുന്ന് വിഷമിക്കുകയാണ്. ജോസ് ജോൺ തയ്യിൽ പുനർവിവാഹം നടക്കുന്നതിന് വേണ്ടി. ലിസ സോളി നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടുവാൻ, ആത്മീയമായ വളർച്ച കുടുംബത്തിനുണ്ടാകുവാൻ, മകളുടെ വിദേശത്തെ കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കുവാൻ. ജോൺ ആൻഗി എൽവ മെലിറ്റ വഴുതലപ്പള്ളിയിൽ നടുവേദന മാറ്റിത്തരുവാൻ, കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുദ്ധി തരുവാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരുവാൻ വേണ്ടി. ലെൻഷ ആൻ്റണി ആത്മീയ വിശുദ്ധിയിൽ വളരുവാൻ, വിവാഹം നടക്കുന്നതിന്. ഫാദർ ജോസഫിൻ്റെ BP അച്ഛൻ്റെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അച്ഛന് ശരീരസുഖം ലഭിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിലെ എല്ലാ നിയോഗങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിലെ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു.
അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പേ, ശ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിന്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകുഞ്ഞരീശോ തന്റെ കൈവല്യാദിയമ്മയാ, ദൈവകുഞ്ഞരീശോ തന്റെ കൈവല്യാദിയമ്മയാ, സർവപാപരോഗത്തിൽ സിദ്ധൌഷധ സമ്പത്തേ, സർവപാപരോഗത്തിൽ സിദ്ധൌഷധ സമ്പത്തേ, നിന്നെ ഞങ്ങളമ്മയായി കുമ്പിടുന്നു എന്നേരവും, നിന്നെ ഞങ്ങളമ്മയായി കുമ്പിടുന്നു എന്നേരവും, ഞങ്ങളിൽ കനിഞ്ഞു നിത്യ സ്വർഗ്ഗഭാഗ്യമേകണമേ, ഞങ്ങളിൽ കനിഞ്ഞു നിത്യ സ്വർഗ്ഗഭാഗ്യമേകണമേ. ശൂരശത്രുവോടു ഞങ്ങൾ ഘോരസമരം ചെയ്യും
മന്നാഗതിയായി ഈയവരെ തുണയ്പ്പാൻ നീരമങ്ങുന്നാഗതിയാ ഈയവരെ തുണയ്ക്കാൻ നിന്നെ ഞങ്ങളമ്മയായി കുമ്പിടുന്നു എന്നേരവും നിന്നെ ഞങ്ങളമ്മയായി കുമ്പിടുന്നു എന്നേരവും ഞങ്ങളിൽ കരഞ്ഞു നിത്യ സ്വർഗഭാഗ്യമേകണമേ ഞങ്ങളിൽ കരഞ്ഞു നിത്യ സ്വർഗഭാഗ്യമേകണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മാതാവിൻ്റെ മഹിമ. ഒന്നാമത്, പരിശുദ്ധ കന്യകാമറിയത്തിന് ഉത്ഭവിച്ച ക്ഷണത്തിൽ തന്നെ കൊടുക്കപ്പെട്ട വരപ്രസാദങ്ങൾ എത്രമാത്രമെന്നും, രണ്ടാമത്, താൻ ആ വരപ്രസാദങ്ങൾ എങ്ങനെ വിലമതിച്ചിരുന്നെന്നും, മൂന്നാമത്, ആ വരപ്രസാദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനായി താൻ സഹിച്ച പ്രയാസം എത്രമാത്രമെന്നും വിചാരിക്കുക. ആദ്യം, സർവേശ്വരൻ ദൈവമാതാവിന് കൊടുത്തരുളിയ എല്ലാ ദാനങ്ങളെയുംക്കാൾ ഈ നാഥ കറ കൂടാതെയും ജന്മപാപമില്ലാതെയും ഉത്ഭവിക്കുന്നതിന് തിരുമനസ്സായതത്രേ. വിലമതിച്ചു കൂടാനാവാത്ത ദാനം. പരിശുദ്ധ കന്യാമറിയം ദൈവത്തിൻ്റെ മാതാവാകുന്നതിനും നരകസർപ്പമായ പിശാചിൻ്റെ തല തകർക്കുന്നതിനും നിയമിതയാകിയാൽ ഒരു ക്ഷണനേരമെങ്കിലും പിശാചിൻ്റെ ദാസ്യത്തിലും ദൈവകോപത്തിലും ഉൾപ്പെടാൻ പാടുണ്ടായിരുന്നില്ല. എന്തെന്നാൽ ഈ മഹോന്നത കാര്യങ്ങൾക്കായി നിയമിക്കപ്പെട്ടതുകൊണ്ട് ഒരു ക്ഷണനേരമെങ്കിലും ദൈവവര പ്രസാദമില്ലാത്തവളായിരിക്കുക എന്നത് ദൈവിക ന്യായത്തിനും പരിശുദ്ധതയ്ക്കും യോജിക്കുന്നതല്ല. അതുകൊണ്ട് ദൈവത്തിനും ആലയമായ പരിശുദ്ധ കന്യാമറിയം ഉത്ഭവിച്ച ക്ഷണം മുതൽ എപ്പോഴും നിഷ്കളങ്കയാണെന്നും തൻ്റെ തിരുവാത്മാവ് സകല വരപ്രസാദങ്ങളാലും പുണ്യങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നെന്നും തിരുസഭ പഠിപ്പിക്കുന്നത് ഭേദമില്ലാത്ത വേദസത്യമാകുന്നു. ഇതത്രേ ദൈവമാതാവിനുള്ള പ്രധാന മഹിമ. നാമും ഈ നാഥയെ സ്തുതിക്കുകയും ഈ സത്യം മരണപര്യന്തം വിശ്വസിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ള പ്രതിജ്ഞ ചെയ്യുകയും വേണം. രണ്ടാമത്, പരിശുദ്ധ കന്യാമറിയം സർവേശ്വരന മാതാവും മനുഷ്യർക്കും മാലാഖന്മാർക്കും രാജ്ഞിയും സകല ലോകങ്ങൾക്കും നാഥയുമായിരിക്കുന്നു എന്നത് സത്യം തന്നെ. എന്നാൽ ഈ ഉന്നതമായ മഹിമയേക്കാൾ ജന്മപാപത്തിൻ്റെ നിഴൽ പോലുമില്ലാതെ ഉത്ഭവിച്ച എപ്പോഴും പാപക്കറ കൂടാതെ ഇരിക്കുന്നതത്രേ ഈ അമ്മയ്ക്ക് ഏറ്റവും പ്രിയമുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഈ രണ്ട് മഹിമകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുന്നതിന് സർവേശ്വരൻ ഈ മാതാവിനോട് കൽപ്പിച്ചിരുന്നെങ്കിൽ വിവേകമുള്ള ഈ കന്യക ദൈവമാതൃസ്ഥാനത്തേക്കാൾ ജന്മപാപരാഹിത്യം തിരഞ്ഞെടുക്കുമായിരുന്നെന്നും ഒരു ക്ഷണനേരമെങ്കിലും അല്പപാപത്തോടെ ഇരിക്കുന്നതും സർവേശ്വരൻ്റെ കോപത്തിൽ ഉൾപ്പെടുത്തുന്നതും വലിയ നിർഭാഗ്യമെന്ന് ചിന്തിച്ച് ആ നിർഭാഗ്യത്തോടെ തനിക്ക് ഏതെല്ലാം നന്മകൾ വന്നാലും തന്മൂലം സന്തോഷം തോന്നാതിരുന്നേനെ എന്നും വേദപാരംഗതന്മാർ സ്ഥിരമായി എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ ഇത് വിചാരിക്കുന്ന മനുഷ്യനുണ്ടോ? അയ്യോ, പാപത്തിൽ വീണ് അതിലനേക നാൾ കിടക്കുകയും പാപസങ്കീർത്തനം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ എത്ര! എന്നാൽ ദൈവമാതാവ് വിചാരിച്ചതുപോലെ പാപത്തേക്കാൾ വലിയ ശത്രുവില്ലെന്നും അവനെ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളെന്നും ഗ്രഹിച്ച് ലൗകികങ്ങളായ ബുദ്ധിസാമർഥ്യം മുതലായവയേക്കാൾ വരപ്രസാദം, പരിശുദ്ധത മുതലായ ആത്മാവിൻ്റെ വരങ്ങൾ കാര്യമായി വിചാരിച്ച് അവ സമ്പാദിപ്പാൻ ഉത്സാഹിച്ചു കൊള്ളണം. മൂന്നാമത്, പരിശുദ്ധ കന്യാമറിയം ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച്
പാപത്തിലേക്ക് ചാഞ്ഞു പോകുന്ന ദുർഗുണമില്ലാതെ വരപ്രസാദത്തിൽ സ്ഥിരപ്പെട്ടിരുന്നു. പാപത്തിൽ വീഴാതിരിക്കാൻ തക്കവണ്ണം സർവേശ്വരൻ സഹായിച്ചു വന്നിരുന്നു. ഇങ്ങനെയെല്ലാം ആയിരുന്നിട്ടും പാപത്തെ ഭയന്ന് പഞ്ചേന്ദ്രിയങ്ങൾ അടക്കി ഏറ്റവും വിവേകത്തോടെയും മടി കൂടാതെയും സ്വന്തം ജോലികൾ നോക്കിക്കൊണ്ടും ശരീരത്തെ ഞെരുക്കി തപസ് ചെയ്തുകൊണ്ടും നാൾ തോറും അധികമായി പുണ്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടുമാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ജന്മപാപത്തോടെ പിറന്നിരിക്കുന്നവരായ നാം ആവട്ടെ പാപത്തിലേക്ക് ചാച്ചിലുള്ളവരായിരുന്നിട്ടും പാപഹേതുക്കൾ വിട്ടൊഴിഞ്ഞ് നടക്കുന്നതിൽ ശ്രദ്ധാലുക്കളായിരുന്നില്ല. അതിനാലാണ് പലപ്പോഴും അതിൽ വീണു പോകുന്നത്. ഈ കാര്യത്തിൽ നമ്മൾ ഈ അമ്മയെ കണ്ടുപഠിക്കാൻ പ്രത്യേകം താല്പര്യപ്പെടേണ്ടതാണ്. ദൃഷ്ടാന്തം. ക്രിസ്തുവർഷം 1261 ജർമ്മനിയിലെ 3-ാം ഫെർദിനാന്ദോസ് രാജാവ് പതിതരായ ഷൗറോളോസ് എന്ന ജനങ്ങൾ മൂലം തനിക്ക് വലിയ നാശം നേരിട്ടിരിക്കുന്നതിനെ കണ്ട് പരിശുദ്ധ കന്യകയുടെ സങ്കേതം പ്രാപിച്ച് തൻ്റെ രാജ്യങ്ങൾക്ക് തലസ്ഥാനമായിരുന്ന വിയന്ന പട്ടണത്തിൻ്റെ നടുവിൽ ദൈവമാതാവിൻ്റെ നാമത്തിൽ ഒരു സ്തംഭം സ്ഥാപിച്ചു. ആ തൂണിനെ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരമനായികയുടെ പലതരം അടയാളങ്ങളാൽ അലങ്കരിക്കുകയും അതിൻ്റെ ഉച്ചിയിൽ പിശാചായ നരകസർപ്പത്തിൻ്റെ തല തകർക്കുന്ന പരിശുദ്ധ കന്യകയുടെ ഒരു പ്രതിമ സ്ഥാപിക്കുകയും ചെയ്ത് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു വാക്യമെഴുതി: രാജാക്കളെ ഭരിക്കുന്നവനും പരലോക ഭൂലോകങ്ങൾക്ക് ഏകാധിപതിയും ദയാപരനുമായ സർവേശ്വരൻ്റെ അത്യുന്നത ശക്തി മൂലം ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവളും രാജാക്കൾക്ക് അധികാരം കൊടുക്കുന്നവളും ദൈവമാതാവുമായിരിക്കുന്ന ആ കന്യകയെ ഈ നാളിൽ ഫെർദിനാന്ദോസ് രാജാവ് തൻ്റെ രാജ്യത്തിന് നാഥയായി സങ്കേതമായി തിരഞ്ഞെടുത്തുകൊണ്ട് ആ നാഥയിൽ പക്കൽ തന്നെയും തൻ്റെ പ്രജകളെയും സൈന്യത്തെയും രാജ്യത്തെയും ഭരമേൽപ്പിച്ചിരിക്കുന്നതിൻ്റെ നിത്യസ്മാരകമായി ഈ സ്തംഭം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്തംഭം ആശീർവദിച്ച ദിനം ഒരു വലിയ തിരുനാളായാണ് കൊണ്ടാടിയിരുന്നത്. ഇതിന് ഒരു പ്രത്യേക കാരണവുമുണ്ടായിരുന്നു. ഭക്തനായ ആ രാജാവ് ദൈവമാതാവിനെ തനിക്കും തൻ്റെ രാജ്യങ്ങൾക്കും പ്രധാനനാഥയായി തിരഞ്ഞെടുക്കുകയും മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ എന്നും കൊള്ളാമെന്ന് ശപഥം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ശപഥം പരസ്യപ്പെടുത്തിയത് രാജാവ് പരിവാരസമേതം ദേവാലയത്തിലെത്തി അവിടെ അപ്പോൾ സമർപ്പിച്ചിരുന്ന ദിവ്യപൂജയുടെ സമയത്തായിരുന്നു. പൂജ കഴിഞ്ഞ ശേഷം രാജാവ് മന്ത്രി സേനാപതികളോടും മെത്രാനോടും കൂടെ സ്തംഭത്തിങ്കൽ പോവുകയും അപ്പോൾ ജനങ്ങൾ ദൈവമാതാവിൻ്റെ ലുത്തനിയ ചൊല്ലുകയും കൊമ്പ്, കുഴൽ ആദിയായ വാദ്യഘോഷങ്ങളും പീരങ്കി വെടികളും മുഴങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയിൽ മെത്രാൻ അതിമനോഹരമായ ആ സ്തംഭം ആശീർവദിച്ചു. അപ്പോൾ അനവധി മെഴുകുതിരികൾ കത്തിക്കൊണ്ടിരിക്കയിൽ ഒരു പച്ച വില്ലുപോലെ മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് ചുറ്റും അത്ഭുതകരമായ ഒരു ദീപം പ്രകാശിച്ചിരുന്നു. ഉടൻ തന്നെ എല്ലാവരും 2 മണി നേരം വരെ സുഹൃതജപങ്ങൾ മഹാഭക്തിയോടെ ചൊല്ലുകയും ഒടുവിൽ മെത്രാൻ ആശീർവാദം കൊടുത്ത് ജനങ്ങളെ സന്തോഷപൂർവം അയക്കുകയും ചെയ്തു. അനന്തരം പരിശുദ്ധ കന്യക ഈ ഭക്തനായ രാജാവിന് നേരിട്ട ആപത്തുകളെല്ലാം നീക്കിയെന്നു മാത്രമല്ല അനേകം വിജയങ്ങൾ നൽകി നിരന്തരമായ സ്നേഹത്തോടെ അദ്ദേഹത്തെ പരിപാലിക്കുകയും ചെയ്തു. 1683 മുഹമ്മദീയർ തുടരെ ലഭിച്ചിരുന്ന വിജയങ്ങൾ മൂലം അഹങ്കാരികളായി മേൽപ്പറഞ്ഞ പട്ടണം കൂടി പിടിച്ചടക്കുവാൻ നിശ്ചയിച്ച് അതിൻ്റെ നേരെ പീരങ്കി ഒഴിക്കുകയാൽ
പട്ടണത്തിന് തീപിടിച്ച് വെടിമരുന്ന് ശാലയ്ക്ക് സമീപമായി. അതിനുകൂടി തീപിടിച്ചാലുണ്ടാകുന്ന ഭയങ്കരമായ നാശം വിചാരിച്ച് ഭയന്ന് പട്ടണവാസികൾ തങ്ങളുടെ നാഥയായി തിരഞ്ഞെടുത്തിരിക്കുന്ന മാതാവിൻ്റെ അനുഗ്രഹം അപേക്ഷിക്കുകയും ഉടനെ ഘോരമായി എരിഞ്ഞിരുന്ന തീ അത്ഭുതകരമാം വണ്ണം കെടുകയും ചെയ്തു. ഇത് കണ്ടിട്ടും ഭഗ്നാശരാകാതെ പൂർവാധികം ഉഗ്രതയോടെ യുദ്ധം നടത്തി പട്ടണം നാമാവശേഷമാക്കാൻ മുഹമ്മദീയർ ശ്രമിച്ചു. ക്രിസ്ത്യാനികളാകട്ടെ ദൈവജനനിയുടെ പിറവി തിരുനാൾ അതിയായ ഭക്തിയോടും മനോവിശ്വാസത്തോടും കൂടെ ദൈവമാതാവിൻ്റെ അനുഗ്രഹത്തെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ തിരുനാളിൽ സന്ധ്യാസമയത്ത് ഒരു സേനാനായകൻ ഏതാനും ഭടന്മാരുമായി അടുത്തുള്ള ഒരു കുന്നിൽ വന്നു ചേരുകയും ഭക്തന്മാരും സമർത്ഥന്മാരുമായ ഈ പോരാളികളെ കണ്ട് പട്ടണവാസികൾക്ക് വലിയ ആശ്വാസമുണ്ടാവുകയും ചെയ്തു. തിരുനാളിൻ്റെ തലേനാൾ കാലത്ത് ഈ സേനാധിപൻ പൂജ കണ്ട് വിശുദ്ധ കുർബാനയും ഉൾക്കൊണ്ട് തന്നെയും തൻ്റെ സേനകളെയും ദൈവമാതാവിൻ്റെ സങ്കേതത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് നിർമ്മലയായ കന്യക ഇപ്പോൾ നമ്മുടെ പക്ഷത്താണ്, അതുകൊണ്ട് നമുക്ക് ജയമുണ്ടാകുമെന്നതിൽ സംശയമില്ല, ശത്രുക്കളുടെ നേരെ ഇപ്പോൾ തന്നെ പോകാം എന്നു പറഞ്ഞ് അവർ എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും ദൈവമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് എണ്ണമില്ലാത്ത ശത്രുക്കളോടെതിർത്ത് അവരെ തുണ്ടുതുണ്ടായി വെട്ടുകയും അനേകം നായകന്മാരെ സംഹരിക്കുകയും ചെയ്തു. ഇപ്രകാരം വിസ്മയജനകമായ വിജയം പ്രാപിച്ചുകൊണ്ട് ദൈവമാതാവിൻ്റെ സഹായത്താൽ പട്ടണം രക്ഷിക്കാനിടയായി. ലോകം, പിശാച്, ശരീരം എന്ന 3 ശത്രുക്കളിലും നിന്ന് നേരിടുന്ന ആപത്തുകളിൽ അകപ്പെടാതിരിക്കുന്നതിന് ജന്മപാപം കൂടാതെ ഉത്ഭവിച്ച ദൈവമാതാവിൻ്റെ അനുഗ്രഹം ഇടവിടാതെ പ്രാർത്ഥിച്ചു കൊള്ളണം. ജപം. ഈശോ കർത്താവിൻ്റെ മാതാവേ, ഈശോ കർത്താവിൻ്റെ മാതാവേ, ആദ്യ മനുഷ്യൻ പാപം ചെയ്ത ശേഷം സർപ്പത്തിൻ്റെ തല തകർക്കാൻ വേണ്ടി സർവേശ്വരനാൽ നിയമിക്കപ്പെട്ടവൾ നീയല്ലോ ആകുന്നു. പിശാചിനെ ജയിച്ച് അവന്റെ കപടതന്ത്രങ്ങളിൽ ഒരിക്കലും അകപ്പെടാത്തവളും നീയത്രേ. പിശാച് നിന്റെ തൃപ്പാദത്തിന്റെ കീഴായിരിക്കുന്നതിനെ കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. എത്രയും ദയയുള്ള കന്യകാമറിയമേ, എന്റെ ശത്രുവായിരിക്കുന്ന പിശാച് എന്നോട് ചെയ്തു വരുന്ന തന്ത്രങ്ങൾ നീ തകർക്കണമേ. അങ്ങേ സങ്കേതം തേടി ഭക്തിയോടെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ പിശാച് എന്റെ ആത്മാവിൽ ഇത്ര നാശങ്ങൾ വരുത്തുകയില്ലായിരുന്നു. ഇനിമേൽ എനിക്കുണ്ടാകുന്ന തന്ത്രങ്ങളിൽ ആശാപൂർവം നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്നേഹത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, എന്റെ മേൽ അലിവ് തോന്നി എന്റെ ദുർഗുണങ്ങൾ അടക്കാനും എന്റെ ശത്രുക്കളെ ജയിപ്പാനും ഈ ലോകത്തിൽ എനിക്ക് സഹായം ചെയ്ത് സ്വർഗരാജ്യത്തിൽ നിന്നോടുകൂടെ നിത്യം വസിപ്പാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായ അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും അപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകെ, ദയുള്ള മാതാവേ, ഈ തൃപ്പാത്തിങ്കൽ ഞാൻ നെടുർപ്പിട്ട് കണ്ണൂർ ചീന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു.
അവതരിച്ച വചനത്തിന് മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുള്ളണമേ. ആമീൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ, പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സുഹൃത ജപം. പരിശുദ്ധ കന്യകാമറിയമേ, നിന്റെ കറയില്ലാത്ത കന്യാവ്രതത്തെയും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മഹിമയെയും കുറിച്ച് എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ചു കൊള്ളണമേ. സൽക്രിയ. ദൈവമാതാവിനെ കുറിച്ച് ഒരാൾക്ക് ഭിക്ഷ കൊടുക്കണം. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. നിത്യമഹോന്നത കന്യകയെ, വിവേകമതിയാം കന്യകയെ, വിശ്രുതയാം സുരകന്യകയെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ, മാനവനുത്സവദായികയേ, ദീനമാപ്പനി നീർസുമമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്ത ഗോപുരമേ, പൊന്നിൻ പൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാഗ്ദാനത്തിൻ പേടകമേ, സ്വർലോകത്തിൻ വാരകമേ, പുലർകാലത്തിൻ താരകമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമേറ്റവരാരോഗ്യം പകരും കരുണാസാഗരമേ, പാപിക്കവനിലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കേഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തുജനത്തിൻ പാലികയെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാനവനിരയുടെ രാജ്ഞി, വാവാന്മാരുടെ രാജ്ഞി, സ്നേഹന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമലോത്ഭവയാം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി, സ്വർഗാരോപിതരാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ. പാപം പൊറുക്കണമേ നാഥാ, പാപം പൊറുക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ. പ്രാർത്ഥന കേൾക്കണമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ.